ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഞെട്ടിക്കുന്നൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ എവിക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഫ്ലോറിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു നടുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്താ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. പ്രൊമോയുടെ തുടക്കത്തിൽ കാണുവാൻ സാധിക്കുന്നത് ലാലേട്ടൻ ഫ്ലോറിൽ വന്നിട്ട് പറയുകയാണ്, സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എവിക്ഷനും ഉണ്ടാവും. തുടർന്ന് കാണുന്നത് ഷാനവാസ്, ആര്യൻ, ലക്ഷ്മി, രന ഫാത്തിമ, സാബുമാൻ ആൻഡ് ആദില, ഇത്രയും ആൾക്കാർ ഗാർഡൻ ഏരിയയിൽ പരസ്പരം കൈയോട് കൈ കോർത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. അടുത്തതായി ലാലേട്ടൻ പറയുന്നു, എനിക്ക് കിട്ടിയ നമ്പർ 1 ആണ്. പിന്നീട് കാണുന്ന കാഴ്ച, അനുമോള് വളരെ സങ്കടത്തോടു കൂടി ഒരു പൂമാലയുമായിട്ട് മുൻപോട്ട് നടക്കുന്നു. ആ മാലയുമായിട്ട് ആദിലയുടെ അരികിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. തുടർന്ന് ഇരു കൈകളും വെച്ച് മുഖം പൊത്തിക്കൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നൂറ ഓടുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ ആദിലയാണോ പുറത്തു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ്. കാരണം ഇന്നലെ വന്ന പല വീഡിയോകളിലും കാണുവാൻ സാധിച്ചത് ആര്യനും റന ഫാത്തിമയും പുറത്തു പോയി എന്നുള്ളതാണ്. അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോവുകയോ അതിനെപ്പറ്റിയുള്ളൊരു ക്ലാരിറ്റി അന്വേഷിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വ്യക്തതയില്ലാത്ത കാര്യമായതുകൊണ്ട് വീഡിയോയും ചെയ്യുവാൻ തയ്യാറായില്ല. പക്ഷെ ഇന്ന് വന്ന പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നൂറ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ഓടുന്നു. ആദില പുറത്തു പോകുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യമായിരിക്കുമോ അങ്ങനെ കരയാൻ കാരണം? ലാലേട്ടൻ നൂറയുടെയും അനുമോളുടെയും പേരെടുത്ത് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നതല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, ബാക്കിയുള്ളവരെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഫ്ലോറിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. എന്തൊക്കെയായിരിക്കും ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിൽ കാണുവാൻ പോകുന്ന കാഴ്ചകൾ? ആകെ ഒരു ഉത്കണ്ഠയാണ് ഈ പ്രൊമോ നമുക്ക് നൽകുന്നത്. ഇവിടെ അനുമോളുടെ പേരെടുത്ത് പറയുന്നു, നൂറയുടെയും പേരെടുത്ത് പറയുന്നു. ഇത് എഡിറ്റ് ചെയ്ത് വരുന്ന സംഗതികളാണ്, പരസ്പര ബന്ധമുള്ളതായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ പ്രൊമോയുടെ കീഴിൽ വന്നിട്ട് അനുമോൾ ഫാൻസ് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ലാലേട്ടന് അനുമോളോട് ഭയങ്കര വിരോധവും വെറുപ്പും ഉള്ളതുപോലെയാണ് പെരുമാറുന്നത്. അനുമോള് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അത് വിമർശന വിധേയമാക്കപ്പെടും. എന്നാൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഒത്തിരി കൊഞ്ചിക്കൊഴിയുകയും ക്യൂട്ട്നെസ് വാരി വിതറുകയും വിവരക്കേടുകൾ പലതും കാണിച്ചു കൂട്ടുകയും ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തഴുകി തലോടി വിടുകയാണ് ചെയ്യുന്നത്. ഏറെക്കുറെ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പ് തന്നെയാണുള്ളത്. കാരണം ജിസയിലും ആര്യനുമൊക്കെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? അവർ സംസാരിക്കുന്ന ഓരോ വാക്കുകളും, ആര്യനൊക്കെ പറയുന്നത് പക്ക വിവരക്കേടുകളാണ്. പക്ഷേ അതിനോടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ പ്രതികരിക്കുന്നത്. എന്നാൽ അനുമോൾ എന്തു പറഞ്ഞാലും ഉടൻ തന്നെ തർക്കുത്തരം പറയുന്നത് പോലെ, ആക്രമിക്കുന്നത് പോലുള്ളൊരു രീതിയിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ഇന്നലെ ജിസൈലിന്റെ സംസാരം അതെങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളിൽ എത്ര പേർക്ക് ആ സംസാരത്തെക്കുറിച്ച് അഭിപ്രായമുണ്ട്? ജിസൈലിന് മലയാളം സംസാരിക്കുന്നതിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ജിസൈലിന് മലയാളം അറിയാം കൃത്യമായിട്ട്. ജിസൈൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ഭംഗിയായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. എന്നാൽ ലാലേട്ടൻ ആ ഫ്ലോറിൽ എത്തിക്കഴിയുമ്പോഴേക്കും ജിസൈലിന് ഒട്ടും മലയാളം അറിയാത്ത അവസ്ഥയിലെത്തും. ജിസൈൽ പിന്നെ അങ്ങ് കൊഞ്ചുകയാണ്. ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞ ആ കൊഞ്ചിക്കൊഞ്ചിയുള്ള വർത്തമാനമൊക്കെ എത്ര മനോഹരമായിരുന്നു അല്ലേ? പക്ഷേ യഥാർത്ഥത്തിലുള്ള ജിസൈൽ അങ്ങനെയല്ല. ഇന്നലെയുള്ള ജിസൈല് മലയാളം അങ്ങോട്ട് പരിച്ചു വരുന്നതേ ഉള്ളൂ. ലാലേട്ടനാണെങ്കിൽ അത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ജിസൈലിനെ എത്ര നല്ല രീതിയിലാണ് ലാലേട്ടൻ തഴുകി താലോലിച്ചങ്ങനെ വിടുന്നത്. പക്ഷേ അനുമോള് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ്, ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ പേടിയാണ് ലാലേട്ടൻ വരുന്ന ഫ്ലോറിൽ. കഴിഞ്ഞ ദിവസം ഈ പ്ലാച്ചിയുമായിട്ട് തിരികെ വരുമ്പോൾ ഒരു നന്ദി പറഞ്ഞില്ല. നന്ദി ആരായാലും തീർച്ചയായിട്ടും പറയുന്നതാണ്. പക്ഷെ നന്ദി പറയാനായിട്ട് നാവ് അനക്കിയാൽ ഒരു പക്ഷെ തെറിവിളി വന്നാലോ, അതുകൊണ്ടായിരിക്കാം പാവം മിണ്ടാതിരുന്നത്. അതിന് അവിടെ പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞു. പക്ഷേ മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനോടും ഈ രീതിയിലുള്ളൊരു പെരുമാറ്റ ശൈലിയല്ല ലാലേട്ടൻ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അനുമോളെ ഇഷ്ടപ്പെടുന്ന അനുമോൾ ഫാൻസ് എന്തെങ്കിലുമൊക്കെ തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടേ നിർവാഹമുള്ളൂ. എന്തായാലും ഈ പ്രൊമോയുടെ കീഴിൽ കാര്യമായിട്ട് ബഹളം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഈ പ്രൊമോയിൽ പരസ്പരം ബന്ധമുള്ള എത്രത്തോളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അനുമോളോടും നൂറയോടുമൊക്കെ സംസാരിക്കുന്ന കാര്യവും ഈ ഇറങ്ങിപ്പോക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതെല്ലാം അറിയണമെങ്കിൽ വൈകിട്ട് വരെ ഇരിക്കണം. പലതരത്തിലുള്ള സംഭവങ്ങൾ കട്ട് ചെയ്ത് ഒരു പ്രൊമോയാക്കിയാണ് പലപ്പോഴും പുറത്തുവിടാറുള്ളത്. ശരിക്കും എപ്പിസോഡ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കണ്ട പ്രൊമോയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഈ പ്രൊമോ കണ്ടതിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അനുമോളോടായിരിക്കില്ല ഈ വഴക്കൊന്നും ലാലേട്ടൻ പറയുന്നത്. അതായത് ആ സംസാരം കേട്ടാൽ അറിയാം. അനുമോൾ നൂറ എന്ന് വിളിക്കുന്നത് രണ്ടും ഒരേ താളത്തിലാണ്. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങ് ചെയ്തോളൂ എന്ന് പറയുന്നത് മറ്റേതോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. കാരണം ഈ സംസാരത്തിന്റെ ആ ഫ്ലോ കാണുമ്പോഴറിയാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കല്ല, അല്ലെങ്കിൽ അതേ ഡെപ്തിലല്ല അടുത്ത ശബ്ദം വരുന്നത്. അതിനേക്കാളൊക്കെ ഉച്ചസ്ഥായിലുള്ള ശബ്ദമാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരാളിനോട് സംസാരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരേ താളത്തിലായിരിക്കും, ഒരേ വേവ് ലെങ്ത്തിലായിരിക്കും ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്നാൽ മറ്റൊരു കോൺവെർസേഷൻ വെട്ടിയെടുത്ത് ഇതിനകത്തേക്ക് കയറ്റി വെച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ആ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചില വാക്കുകൾ ഉച്ചസ്ഥായിയിലാണ് പറയുന്നത്, എന്നാൽ ചില വാക്കുകൾ താഴ്ന്ന വേവ് ലെങ്തിലുള്ളതാണ്. ഇത് തമ്മിൽ പൊരുത്തപ്പെടില്ല. ആ ഒരു പൊരുത്തക്കേട് ഈ പ്രൊമോയ്ക്കകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദില നൂറ എന്ന് വിളിച്ചിട്ട് അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങ് ചെയ്തോളൂ എന്ന് പറയുന്നത് തമ്മിൽ എനിക്കങ്ങോട്ട് എന്തോ മാച്ചായി തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വൈകിട്ടത്തെ എപ്പിസോഡ് കാണുവാൻ വേണ്ടി.